സോ ഈച്ച് ആൻഡ് എവറി ട്രാവൽ എന്ന് പറഞ്ഞൊരു മെമ്മറിയാണ് അല്ലേ. സോ ഇതൊരു 1 ഡേ ട്രിപ്പ് എറണാകുളത്തേക്ക് പോണതാണ്. കാലങ്ങൾക്ക് ശേഷം അമ്മയുടെ അനിയത്തിയുടെയും കൂടെ പോകുന്നൊരു ട്രിപ്പ്. തൃശ്ശൂരിൽ നിന്ന് KSRTCയിൽ കയറിയിരുന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോവാണ്. സോ ഇതൊരു കുറേ നാൾക്കുള്ളൊരു ട്രിപ്പായതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ വന്ന് ഇറങ്ങുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ അവിടെയാണ്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ശരവണ ഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറുകയും അവിടുന്ന് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോശ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കുകയും ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മസാല ദോശ ഞാൻ എപ്പോൾ മിക്കല്ലാതെ പറയും. അത് കഴിച്ചു. എനിക്ക് അവിടുത്തെ ഗ്രേവി നല്ലതായിരുന്നു മസാലയുടെ. അതുപോലെ തന്നെ അവരത് കൂടാണ്ട് 3 തരം ചട്നി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് സാമ്പാർ. അതെല്ലാം കഴിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഫിൽറ്റർ കോഫിയും ടീയും ഓർഡർ ചെയ്ത് തരികയും അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോ നല്ല ഫുഡായിരുന്നു അവിടെ. അതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ ആ ഭാഗത്തേക്ക് നടക്കുകയാണ്. ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ വല്ലാർപാടം ബസിലിക്കയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ബസ് ത്രൂവും പോവാം, ഓട്ടോ വഴിയും പോവാം. നമ്മൾ ഓട്ടോ കണ്ടുകൊണ്ട് വേഗം ഓട്ടോയിൽ കയറുകയാണ്. അതിന് ഓട്ടോയിലൂടെ പോകുമ്പം ഇത് 2 പാലം കയറി ഇറങ്ങിയാണ് ഇത് പോണത്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ആദ്യത്തെ പാലം കയറി പോകുമ്പം ബോട്ട് കാണാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പോകുമ്പം രണ്ടാമത്തെ പാലം കയറി ഇറങ്ങുന്നതിൻ്റെ ആ ഭാഗത്ത് ഫുള്ള് കണ്ടെയ്നേഴ്സ് കാണാം. ഞാനിതിൽ പിടിച്ചിട്ടില്ല, ലെങ്തി ആവുമെന്ന് വെച്ചിട്ട്. ഈ വല്ലാർപാടം ബസിലിക്കയിലേക്ക് പോണ വഴിയിലും 2 സൈഡിലും കണ്ടെയ്നേഴ്സാണ്. സോ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച് ഇവിടേക്ക് എത്തിപ്പെടുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഈ ഒരു ചർച്ച് വളരെ ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിലാണ് ആദ്യം നിർമ്മിക്കപ്പെടുന്നത്. പോർച്ചുഗീസുകാർ കച്ചവടത്തിനായിട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ നിർമ്മിക്കപ്പെടുന്നത് കാരുണ്യമാതാവിൻ്റെ രൂപം വെച്ചിട്ട്. പിന്നീട് അത് 16-ാം നൂറ്റാണ്ടിൻ്റെ വെള്ളപ്പൊക്കത്തിൽ നശിക്കപ്പെടുകയും വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തൊരു പള്ളിയാണ്. പള്ളിയുടെ ചുറ്റിലും റോസറി പാർക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദേവാലയത്തിൻ്റെ മുൻവശത്തായിട്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമുക്ക് പോകാം. അതുപോലെ തന്നെ 2 സൈഡിലും കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പള്ളിയുടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ രൂപത്തിൻ്റെ മുകളിലായിട്ട് ഈ കപ്പലിനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു ഇതും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ച അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരെന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് ട്രീ, വേറിട്ടൊരു ക്രിസ്മസ് ട്രീ, തേങ്ങയുടെ ചകിരി കൊണ്ടുണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ. വളരെ ഭംഗിയാണിത് നേരിട്ട് കാണാൻ. അപ്പം അതെല്ലാം കണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോവാണ് കുർബാനയ്ക്കായിട്ട്. ഈ പള്ളിയിലാണെങ്കിൽ അടിമ നേർച്ച എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം ഇവിടുത്തെ ഒരു എന്താണെന്ന് വെച്ചാൽ മീനാക്ഷി അമ്മയും കുഞ്ഞും വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ അവർ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതിന് ശേഷമാണ് മാതാവിന് വേണ്ടിയിട്ട് പള്ളി ഫുള്ള് മുറ്റമടിക്കുകയും അതുപോലെ തന്നെ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുകയും ചെയ്തു. മീനാക്ഷി അമ്മയുടെ രൂപമാണ് മാതാവിൻ്റെയും ഉണ്ണീശ്വരൻ രൂപത്തിനടുത്തായിട്ട് മീനാക്ഷി അമ്മയും കുഞ്ഞിൻ്റെ രൂപം ആണ് ഈ കാണുന്നത്. അതിനുശേഷമാണ് ഈ അടിമ നേർച്ചയും അതുപോലെ തന്നെ മുറ്റമടിച്ചിട്ടുള്ള നേർച്ചയും ഒക്കെ തുടങ്ങിയത്. അത്ഭുത കിണറിൽ നിന്നുള്ള വെള്ളം മാലാഖയുടെ കയ്യിലൂടെ വരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞു. ആ കുർബാനയുടെ അൽത്താരയുടെ നടുക്കുള്ള ആ ഒരു ചിത്രത്തിൽ മീനാക്ഷി അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം വരച്ച് ചേർക്കപ്പെടുന്നതാണ്. ഈ ചിത്രം പോർച്ചുഗീസിൽ നിന്ന് വന്നപ്പെട്ട ഒരു ചിത്രമാണ് മാതാവിൻ്റെ. ഇപ്പോൾ അവരത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ അവിടേക്ക് വന്നു. വല്ലാർപാടത്ത് നിന്ന് ഓട്ടോ പിടിച്ച്. നല്ല ചൂടുള്ള നേരമായതുകൊണ്ട് ഇളനീരും ഒക്കെ അതിൻ്റെ കാമ്പും കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി സെക്കൻഡ് പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബ്രോഡ്വേ ആണ്. യൂട്യൂബിലൊക്കെ കണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രോഡ്വേ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.
സോ ബ്രോഡ്വേയുടെ ആ സ്ട്രീറ്റിലും ഇഷ്ടംപോലെ മനോഹരമായിട്ടുള്ള പള്ളികളുണ്ട്. അവിടെയൊക്കെ കുർബാനയും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പോണ വഴി ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ രൂപങ്ങളും ഒക്കെ കണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. നന്നായിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടവർക്ക് കുറേ ഷോപ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അത് കണ്ട് ആസ്വദിച്ച് നടക്കാം. അതുപോലെ തന്നെ ചെരുപ്പിൻ്റെയും ഡ്രസ്സിൻ്റെയും അതുപോലെ വേറെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. ഈ ഒരു ഡ്രസ്സ് പെട്ടെന്ന് കണ്ടപ്പോൾ ക്രിസ്മസ് വൈബായിട്ട് തോന്നിയതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്താൽ എത്രയാണെന്നൊക്കെ ചോദിച്ചു നോക്കി. ഞാൻ 250 ആണ് അവർ പറഞ്ഞ ചാർജ്. കുട്ടികളുടെ ഡ്രസ്സ് ഇവിടെ 100 തൊട്ട് അവൈലബിൾ ആണ്. നമ്മളിത് മേടിച്ചില്ല, ജസ്റ്റ് കണ്ടുപോയി. പിന്നെ ചെരുപ്പുകൾക്കൊക്കെ 250 ആണ് അവർ ചാർജ് ചെയ്യണ പ്രൈസ്. പിന്നെ ഇതുപോലെ തന്നെ കുർത്തികൾക്കൊക്കെ 250 ആ റേഞ്ചിലുള്ള ഇതുണ്ട്. ഈ ഒരു കുർത്തിക്കൊക്കെ 250 ആണ് അവർ പറയണ പ്രൈസ്, ലൈനായിട്ടുള്ള കുർത്ത. ഇതിലത്തെ ഒരെണ്ണം ജസ്റ്റ് കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ മേടിച്ചു, എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. പിന്നെ ഇതുപോലെ എന്നെ ആകർഷിച്ച എന്ന് പറഞ്ഞാൽ ടേബിൾ ക്ലോത്താണ്. ടേബിൾ ക്ലോത്തിന് അവർ 250 അവർ പറയുന്ന ചാർജ് ഒരു പീസിന്. അപ്പോൾ അത്ര വെറുത്തിട്ടാണെന്നൊന്നും അറിയില്ല. എങ്കിൽ കൂടി അതിൽ ആ ടേബിൾ ക്ലോത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാണുന്ന ആ ഗോൾഡൻ ഒരു ടേബിൾ ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് ക്രിസ്മസിൻ്റെ വൈബിന് വേണ്ടി മേടിച്ചു. 250 ആണ് ചാർജ് ചെയ്തത്. പിന്നെ നമ്മൾ എല്ലാം ഷോപ്പുകളൊക്കെ കണ്ട് തിരിച്ച് പോണ വഴിക്ക് പാനിപൂരി കണ്ടപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, 6 പീസ് പാനിപൂരിക്ക് 60 റുപ്പീസാണ് ചാർജ് ചെയ്തത്. ആ ഒരു ഇത് നന്നായിരുന്നു. പാനിപൂരി ആ ഒരു സമയത്ത് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ സമൂസയും അവിടെ അവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നോർത്ത് ഇന്ത്യൻ സമൂസയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഓട്ടോ പിടിച്ച് MG റോട്ടിലേക്കാണ് പോകുന്നത്, മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ MG റോഡിൽ വന്ന് ഇറങ്ങി. അവിടെ ലിഫ്റ്റിൻ്റെ അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റെയർ വഴി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റെയർ കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, സ്റ്റെയർ ടിക്കറ്റ് കൗണ്ടറിലേക്ക് 5ാമത്തെ 6ാമത്തെ നിലയിലാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. എങ്കിലും അതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ്. കണ്ട് നടന്നു പോയി മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തും. അപ്പോൾ അവിടെ നിന്ന് ആകെ കൂടി ടിക്കറ്റ് ചാർജ് പെർ ഹെഡ് വരുന്നത് 30 റുപ്പീസാണ്. എടപ്പാളിക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ പോകുന്ന സ്ഥലം ലുലു മാൾ പുതിയതൊന്നുമല്ല. പക്ഷേ കുറേ നാൾക്ക് ശേഷം എറണാകുളത്ത് വന്നപ്പോൾ ഷോപ്പിങ്ങും എക്സ്പീരിയൻസൊക്കെ ചെയ്യാനായിട്ട് ലുലു മാളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്റ്റെയർ കയറി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്.
സോ ടിക്കറ്റൊക്കെ നമ്മളെടുത്ത്, അതുപോലെ തന്നെ ഈ ടിക്കറ്റിൻ്റെ ഇത് സ്കാൻ ചെയ്തിട്ടാണ് ഇതിലൂടെ കടക്കണത്. ഒരു ആൾക്ക് 30 rupees ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മൾ കളയാണ്ട് സൂക്ഷിക്കണം. കാരണം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ ടിക്കറ്റ് നമുക്ക് ഇതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്താലാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ടിക്കറ്റ് നമ്മൾ കളയാണ്ട് സൂക്ഷിച്ച് വയ്ക്കുക. നമുക്ക് പ്ലാറ്റ്ഫോം മേലേക്കാണ് വരുന്നത്. അപ്പം എലവേറ്ററിലൂടെ കയറി എസ്കലേറ്ററിലൂടെ കയറി മേലെ വന്ന് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി. കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഈ തൂണിൽ കാണുന്ന ചിത്രം കണ്ട ആർക്കെങ്കിലും ഇതൊരു പ്രഗ്നൻറ്റ് ലേഡി ആയിട്ട് തോന്നിയോ? എനിക്കത് തോന്നി. സോ ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തുന്നുള്ളൂ. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെട്രോ ട്രെയിൻ ഓപ്പോസിറ്റ് വന്നു പോയി. ഈ വരുന്നതാണ് നമ്മൾ കയറാൻ പോണ മെട്രോ ട്രെയിൻ. സോ മെട്രോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു തന്നെയാണ്. കാരണം ഇതിൽ ഓരോ സ്റ്റോപ്പും അതിൽ വിഷ്വലി എഴുതി കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ വോയിസും അവർ നമുക്ക് വോയിസിലൂടെയും പറയുന്നുണ്ട് അടുത്ത സ്റ്റോപ്പ് ഇതാണെന്നുള്ളത്. സോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഏരിയ എത്തുമ്പോഴും അതിൽ അവർ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഈ കാണുന്നതാണ് എടപ്പാൾ പള്ളി. നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി എടപ്പാളിലാണ് വന്നിറങ്ങിയത്. അവിടുന്ന് നമ്മൾ ലുലു മോളിലേക്കാണ് പോകണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കണക്ഷൻ ഉണ്ട്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ലുലു മോളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അതൊരു അടിപൊളി സംഭവമായിട്ട് തോന്നി. നേരെ മാളിലേക്കൊരു കണക്ഷൻ. സോ നമ്മൾ ഈ ലുലു എൻട്രിയിലൂടെയാണ് ഒരു കണക്ട് ചെയ്ത് നമ്മൾ പോണത് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നല്ല ഉച്ച നേരം ആവാറായപ്പോഴാണ് നമ്മൾ ലുലു മോളിലേക്ക് വന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടർ പോലെ ടാക്കോ ബെല്ലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ടാക്കോ ബെല്ല് നമ്മൾ ലുലുവിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ കാണാം. സോ അവിടുന്ന് നൈസായിട്ടുള്ള ഒരു ഡ്രിങ്കും ഒരു റോളും അതിൽ കുറച്ച് ഫ്രൈസൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചു. അവിടുന്ന് കഴിക്കുന്ന സമയത്ത് നൈസായിരുന്നു ആ ഫുഡ്. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സെൽഫായിട്ടുള്ള സെൽഫായിട്ട് നമുക്ക് പേ ചെയ്ത് നമ്മുടെ വാല്യുബിൾസ് വയ്ക്കുന്ന ലോക്കർ സർവീസ് അവിടെ കണ്ടു. അതിനുശേഷം ഈ ലുലു മോളിലുള്ള ഈ ഹോം അപ്ലയൻസസ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഷോപ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വെറുതെ ജസ്റ്റ് കണ്ടു നടന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തുണിത്തരങ്ങളൊക്കെ ജസ്റ്റ് പർച്ചേസ് ചെയ്തു. ബാക്കി കുറേ ഷോപ്പുകളുണ്ട്. ഈ ബുദ്ധൻ്റെ ഫൗണ്ടെയിൻ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പക്ഷേ ഈ പട്ടിക്കുട്ടികളുടെ ഇതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ബ്ലൂ ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നമ്മൾ ഹാമിലിയിൽ കയറിയപ്പോൾ ഈ ഹാരി പോട്ടറിൻ്റെ ബാഗാണ് എന്നെ ഹടാന്ന് ആകർഷിച്ചത്. ഐ എം എ ഹാരി പോട്ടർ ഫാൻ. സോ അതെല്ലാം കണ്ട് നടന്നു. അതുപോലെ തന്നെ ഈ ഒരു ബബിളിൻ്റെ ഗണ്ണും. പിന്നെ സ്കെച്ചേഴ്സിൽ പോയി. അത് കഴിഞ്ഞ് ഡ്രസ്സ് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നും ഇറങ്ങി അതെല്ലാം കഴിഞ്ഞ് ഈ ക്രിസ്മസ് ട്രീ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഉച്ച നേരം ആയതുകൊണ്ട് നമുക്ക് മതിയായി ട്രാവൽ ഒക്കെ ചെയ്ത്. അപ്പോൾ നേരെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. ഫുഡ് കോർട്ടിലേക്ക് എത്തിയ മേലേക്ക് കയറിയപ്പോഴാണ് ഈ പ്ലേ സോൺ കണ്ടത്. അപ്പോൾ ഈ പ്ലേ സോണ് നമ്മളുടെ കുട്ടികളൊന്നും ഇല്ല കളിക്കാൻ. എന്നാൽ കൂടി കുട്ടികളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നമുക്കത് കാണാനൊരു ആഗ്രഹം കൊണ്ട് ആ വഴിക്കൂടെ വന്നപ്പോൾ
ഇങ്ങനെ കുറേ തരം ഗെയിംസ് പിള്ളേർക്ക് എൻ്റർടൈൻഡ് ആവാനായിട്ടുള്ളത് കണ്ടു. അതുപോലെ തന്നെ ഈ ഒരു പ്ലേ സോണിൽ ഈ ആൻറ്റി ഗ്രാവിറ്റിയുടെ ആ ഒരു ഇത് ഭയങ്കര ഫേമസ് ആണല്ലോ. സോ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നിന്നു. കുറച്ച് കുട്ടികൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. സോ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്, അതിങ്ങനെ സ്പിൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ആ കുട്ടികൾ ഇറങ്ങുമ്പോൾ ചെറിയതായിട്ട് അവർക്ക് തലച്ചുറ്റൽ പോലെയൊക്കെ തോന്നി, ത്രോ ചെയ്യാനൊക്കെ തോന്നി. നമ്മൾ ബസ്സിൽ വന്ന് തിരിച്ചിനി ബസ്സിൽ പോകണോണ്ടും ഭക്ഷണം കഴിച്ച് പോകണോണ്ടും ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇനി ഒരു വട്ടം വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള വൈബ് പിള്ളേരുണ്ടെങ്കിൽ അത് എന്തായാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയും അവിടുന്ന് ഈ ആന്ധ്ര ബിരിയാണിയുടെ പ്ലാറ്ററും പിന്നെ ഒരു സബ്വേയും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെയാണ് അവിടുന്ന് കഴിച്ചത്. ഈ സബ്വേയിൽ നമ്മൾ ഓർഡർ ചെയ്തത് ഇറ്റാലിയൻ PMP സാൻഡ്വിച്ചാണ്. പിന്നെ ഈ സബ്വേയിൽ നമുക്കിഷ്ടമുള്ള വെജീസൊക്കെ അവർ ആഡ് ചെയ്ത് തരും. അതെല്ലാം കഴിഞ്ഞ് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഈ സൺഡേ സമയമായതുകൊണ്ട് തന്നെ ഉച്ച നേരമായതുകൊണ്ട് തന്നെ നല്ല വിശന്നിരിക്കുന്ന നേരമായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്ലാറ്ററാണ്, ആന്ധ്ര ബിരിയാണിയുടെ പ്ലാറ്റർ, ചിക്കൻ പ്ലാറ്റർ. ചപ്പാത്തിയും റൈസും അതുപോലെ തന്നെ ചിക്കൻ ഡ്രൈയും ഗ്രേവിയും അതുപോലെ തന്നെ പുതിന ചട്നിയും സർലാസും ഒക്കെ അടങ്ങിയ ആ ഒരു പ്ലാറ്റർ വളരെയധികം സഫീഷ്യൻ്റ് ആയിരുന്നു ഞങ്ങൾ 3 പേർക്കും. പിന്നെ സബ്വേ നന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു. അമുലിൻ്റെ പല ഫ്ലേവറിൽ ഡ്രൈ ഫ്രൂട്ടിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഈവനിങ് ഷോപ്പിംഗ് കഴിഞ്ഞ് ചായ കുടിച്ച് തിരിച്ച് ഞങ്ങൾ ബസ് കയറി തിരിച്ച്. സോ ഒരു നൈറ്റ് ആകുമ്പോഴേക്കും ഞങ്ങൾ വീട് തിരിച്ചെത്തി. സോ ദാറ്റ്സ് ഓൾ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.